ആ ആദ്യകാല ചർച്ചകളിലൊന്നും എന്ന് വെച്ചാൽ അത് പാലിയേറ്റീവ് എന്നുള്ളത് എന്താണെന്ന് പോലും ഒരു ബാലപാഠം പോലും അറിയാത്ത ഞാനാണ്. വേദനിക്കുന്ന ആൾക്കാരുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് അതിലേക്ക് വരും. തൊടിയിൽ കിണറുണ്ട്, ഈ കിണറിൽ നിന്നാണല്ലോ വെള്ളം എടുക്കുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ രോഗം പകരാനുള്ള സാധ്യതയുണ്ടോന്ന്. അപ്പൊ ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഇടപെടലിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ശബരിമല പോയി വന്നിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രസാദം ഉണ്ടല്ലോ, ഈ പ്രസാദം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ അവിടെ ഇരുന്നത് കഴിച്ചു. അപ്പോൾ ഈ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവർ പറയുക, ഞങ്ങളിങ്ങനെ പേടിച്ചിരുന്നു സിസ്റ്ററെ, നിങ്ങൾ ഇത് കഴിക്കില്ലേ, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അടുത്ത വീട്ടിൽ കൊടുത്തപ്പോൾ അവരത് വാങ്ങിയില്ല, പ്രസാദം വാങ്ങിയില്ല. അപ്പോൾ ഒരിക്കൽ പിന്നെ മമ്മൂട്ടി അവിടെ വന്നപ്പോൾ ഈ നബീസ താത്തേൻ്റെ അടുത്ത് പോയി. അപ്പോൾ പോയിട്ട് പറഞ്ഞു, ഞാനാണ് മമ്മൂട്ടിന്ന്. അപ്പോൾ ഏത് മമ്മൂട്ടി എന്ന് വെച്ചാൽ അവർക്ക് അറിയുന്നില്ല, അവർക്ക് ഈ ലോക പരിചയമേ ഇല്ല, അവരെത്രയോ വർഷമായിട്ട് അവിടെ തന്നെയാണുള്ളത്. അപ്പൊ ശരിക്കും മമ്മൂക്ക പറഞ്ഞത്, ഞാനേ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നേ. നമ്മൾ സ്വാഭാവികമായിട്ടും മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും, നമ്മളുടെ പിന്നെ സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്ത് ആരെങ്കിലും മരിക്കുമ്പോഴാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുക. പക്ഷെ പാലിയേറ്റീവ് കെയറിൽ വന്ന അന്ന് മുതൽ ശരിക്കും മരണം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊക്കെ നിർത്തിപ്പോയാലോ എന്ന് വരെ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയല്ലേ ചെയ്യുന്നത്, കാണുകയല്ലേ ചെയ്യുന്നത്. ആയിരത്തി 1993 കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള ഒരു ചെറിയ മുറിയിലാണ് രാജ്യത്ത് ആദ്യമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ക്ലിനിക് ആരംഭിക്കുന്നത്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ തുടക്കം മുതലേ അതിനോടൊപ്പം സഞ്ചരിച്ച അതിന്റെ സന്നദ്ധ പ്രവർത്തകയായ, ആദ്യ കാലഘട്ടത്തിലെ സന്നദ്ധ പ്രവർത്തകയായ മീനാകുമാരി തന്റെ ഔദ്യോഗിക ജീവിതം 30 വർഷത്തെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി വിരമിക്കുകയാണ്. പാലിയേറ്റീവ് കെയർ രംഗത്ത് താൻ പിന്നിട്ട വഴികളെ കുറിച്ച് മീനാകുമാരി കേരളീയത്തോട് സംസാരിക്കുന്നു. സ്വാഗതം. താങ്ക് യു. ഡോക്ടർ രാജഗോപാൽ, ഡോക്ടർ സുരേഷ് കുമാർ എന്നിവരൊക്കെ ചേർന്ന ഒരു ചെറിയ കൂട്ടത്തിൽ നിന്നാണ് നമുക്കിവിടെ ഒരു ഇടം പാലിയേറ്റീവ് കെയറിന് വേണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായി വരുന്നത്. ഇത്തരം ആലോചനകളുടെ ഒക്കെ തുടക്കത്തിൽ തന്നെ താങ്കൾ ഇതിന്റെ ഭാഗമായിരുന്നു. എങ്ങനെയായിരുന്നു ആ തുടക്ക കാലഘട്ടത്തിലെ പ്രവർത്തനം? കാരണം ഇന്ത്യയിൽ ആദ്യമായി ഈ ഒരു ആശയം രൂപപ്പെട്ടു വന്നത് ഇവിടെയാണ്. അപ്പോൾ ആ തുടക്കകാലത്തിലെ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറയാമോ? ശരിക്കും രാജഗോപാൽ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്ന ഡോക്ടർ സുരേഷ് കുമാറും ഇവരും കുറച്ച് മറ്റ് സാമൂഹ്യ പ്രവർത്തകരും ചേർന്ന് അവരുടെ മനസ്സിൽ ഉടലെടുത്ത ഒരു കാര്യമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നുള്ളത്. എന്ന് വെച്ചാൽ വേദന കുറച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന്റെ ആ ആദ്യകാല ചർച്ചകളിലൊന്നും എന്ന് വെച്ചാൽ അത് പാലിയേറ്റീവ് എന്നുള്ളത് എന്താണെന്ന് പോലും ഒരു ബാലപാഠം പോലും അറിയാത്ത ഞാനാണ്. എനിക്കറിയില്ല അതിനെ കുറിച്ച്. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു 5 വർഷം വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്നതിലപ്പുറം പാലിയേറ്റീവ് കെയർ എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. പക്ഷെ അതിൽ വേദന കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതിന്റെ പിന്നീടുള്ള ചർച്ചകളില് പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. അതിന്നാണ് ശരിക്കും എന്താ പറയാ, എന്താണ് പാലിയേറ്റീവ് എന്നുള്ളതോ അപ്പോഴും നമ്മള് വേദന കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ രാജഗോപാൽ സാറും അതുപോലെ തന്നെ ഡോക്ടർ സുരേഷും, ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന സുരേഷ് എന്ന് വെച്ചാല് ഡോക്ടർ സുരേഷിന് നേരത്തെ നമുക്ക് അറിയാം, ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡിസ്കഷനില് സാറ് ചോദിച്ച ഒരു കാര്യമാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ വരിക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേദനിക്കുന്ന ആൾക്കാരുടെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അത് ശരിക്കും അനസ്തേഷ്യയോട് ചേർന്നിട്ടുള്ള ആ ഒരു ചെറിയ റൂമിലാണ്. പക്ഷെ ആ ചെറിയ റൂം പറഞ്ഞാൽ അന്ന് MOTയിലേക്ക്, മെയിൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഗ്ലൗസ് ഒക്കെ പാക്ക് ചെയ്തിരുന്ന ഒരു കുഞ്ഞു റൂമാണ്. പക്ഷെ ആ റൂമിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ സാറിന്റെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിൽ സാറ് HOD ആണ്. സാറിന്റെ റൂമില് ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. എനിക്ക് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉണ്ട്. കാരണം അന്ന് കമ്പ്യൂട്ടർ ഒന്നും ഇല്ലല്ലോ.
അപ്പൊ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്യൂട്ടി ലിസ്റ്റ് അടിക്കല്, അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്കുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേപ്പർ വർക്കുകളൊക്കെ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയിരുന്നു ഞാൻ. അങ്ങനെയാണ് എൻ്റെ തുടക്കം. എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് സാറിൻ്റെ അടുത്ത് ഇരിക്കുകയും സംസാരിക്കുകയും അതിനുശേഷം ഞാൻ നേരിട്ട് പേഷ്യൻ്റ് കെയറിലേക്ക് അല്ല വന്നത്, ഇങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ സാറ് എൻ്റെ അടുത്ത് പറയും, മീന ഒന്ന് പോയിട്ട് ഒരു പേഷ്യന്റിനെ കാണൂ. എന്ന് വെച്ചാല് പ്രീ അനസ്തറ്റിക് ചെക്കപ്പ്, സർജറിക്ക് മുമ്പുള്ള അനസ്തേഷ്യ ചെക്കപ്പ്. അപ്പൊ അതിനു വേണ്ടി വരുന്ന പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ സാറ് പറയും, മീന ഒന്ന് കുറച്ചു നേരം അവരുടെ അടുത്ത് പോയിരിക്കുമോ. ഒന്ന് ആലോചിച്ച് നോക്കണം, ശരിക്കും നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊരു മെഡിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട്, ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഒരു പേഷ്യന്റെ അടുത്ത് പോയിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണം, അതല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് മെഡിസിൻ ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷെ പാലിയേറ്റീവ് കെയർ എന്താണെന്ന് ഒന്നും അറിയാത്ത ഞാൻ അവിടെ പോയിട്ട് പേഷ്യന്റെ അടുത്ത് ഞാൻ എങ്ങനെ സംസാരിക്കും? പക്ഷേ നമ്മൾ അവിടെ പോയി ഇരിക്കണു, അവരുടെ അടുത്തുനിന്ന് നമ്മൾ എങ്ങനെയാണോ പരിചയപ്പെടുന്നത് അതുപോലെ അവരുടെ അടുത്ത് പരിചയപ്പെടുന്നു. അതിലൂടെയാണ് നമ്മൾ, അതായത് ഒരു വോളണ്ടിയർ എന്ന് പറയുന്ന ആ ഒരു റോൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നത് ആ ഒരു സിറ്റിങ്ങിലൂടെയാണ്. അതാണ് ശരിക്കും എൻ്റെ തുടക്കം. ഇപ്പൊ പറഞ്ഞു ആദ്യകാലത്ത് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, എന്നാൽ പിന്നീട് ആ ഒരു വ്യക്തത വരുന്നതിലേക്കുള്ള ഒരു യാത്രയുണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അതായത് ഈ രോഗികളുമായി ഇടപെട്ടപ്പോഴാണോ ഇതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കിയത്? അപ്പൊ അത്തരം അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാമോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പാലിയേറ്റീവ് കെയർ എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ ഒരു രോഗിയെ കാണുമ്പോൾ അവരുടെ ശാരീരിക പ്രയാസങ്ങളെക്കാൾ കൂടുതൽ അവരനുഭവിക്കുന്ന മറ്റ് പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തിയത് അവിടെ നിന്നാണ്. കാരണം നേരത്തെ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലില് അവരുടെ ഫിസിക്കൽ ഇഷ്യൂസ്, അവരുടെ ശാരീരിക പ്രയാസങ്ങൾ മാത്രമേ നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നുള്ളൂ. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു ഏതൊരാളും ഒരു ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ശാരീരിക പ്രയാസങ്ങളായിരിക്കും പറയുക, മറ്റ് അവരുടെ മാനസിക, സാമൂഹിക, സാമ്പത്തിക, ആത്മീയ പ്രയാസങ്ങളൊക്കെ അവരനുഭവിക്കുന്നുണ്ടാവും. പക്ഷെ ഇതാരും അഡ്രസ്സ് ചെയ്യാറില്ല. അപ്പൊ അത്തരം ആ ഒരു അറിവിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ശരിക്കും ഇവരുമായിട്ടുള്ള ആ ഒരു ഇടപെടലിലൂടെയാണ്. ശരിക്കും അവർക്ക് അതിനേക്കാൾ, ശാരീരിക പ്രയാസത്തിനേക്കാൾ അപ്പുറം അവരനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവും, അതിലൂടെ അവർക്ക് എത്രമാത്രം മാനസിക സംഘർഷം കുറയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതും, അവർക്കൊരു റിലാക്സേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതും നമുക്ക് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ശരിക്കും അത് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇതിനൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു കാണില്ലല്ലോ. ഇപ്പോൾ അതിനൊരു കൃത്യമായ എങ്ങനെ ആയിരിക്കണം അവരോട് ഇടപെടുന്നത് എന്നുള്ളതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ. അപ്പോൾ ആ തുടക്ക സമയത്ത് ആശയവിനിമയം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എത്രത്തോളം പ്രയാസകരമായിരുന്നു, അല്ലെങ്കിൽ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു, എങ്ങനെയായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സാധ്യമായത് ഒരു മാനദണ്ഡം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ? തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരൊന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനാണ്. അയ്യോ, നമ്മൾ അവരുടെ അടുത്ത് ഇരുന്നു, അവർ കരയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. ഒരിക്കലും ഒരു പേഷ്യൻ്റെ വൈഫുമായിട്ട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ കരഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാൻ പറഞ്ഞു, അയ്യോ ചേച്ചി എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, ഞാനൊന്ന് പിന്നെ കരഞ്ഞോട്ടെ, കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തിരുന്ന് കരയാൻ പറ്റില്ല, എൻ്റെ വീട്ടുകാരുടെ അടുത്തിരുന്ന് എനിക്ക് കരയാൻ പറ്റില്ല, എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമം മുഴുവൻ ഞാൻ ഇങ്ങനെ ഒതുക്കുക ചെയ്യുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ പ്രയാസം എനിക്ക് ഇങ്ങനെ കരച്ചിലായിട്ട് അതിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കരയുക എന്നുള്ളതും അവരുടെ വിഷമങ്ങൾ ഒന്നൊരാളുടെ അടുത്ത് തുറന്നു പറയുക എന്നുള്ളതിലൂടെ അവർക്ക് എത്രമാത്രം മാനസിക സംഘർഷം കുറയ്ക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവും ശരിക്കും സ്വന്തം നമ്മളുടെ അനുഭവത്തിലൂടെ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവ് കെയറിനെ എങ്ങനെ പേഷ്യൻറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ബൈസ്റ്റാൻഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ഒക്കെ ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ശരിക്കും അങ്ങനെ ഒരു ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ അനുഭവത്തിലൂടെ തന്നെയാണ് ഞാനതൊക്കെ പഠിച്ചെടുത്തത്. അതിനുശേഷം പല ട്രെയിനിങ്ങുകളും ഉണ്ടായിട്ടുണ്ട്. പാലിയേറ്റീവ് കെയറിലുള്ള ഒരുവിധം എല്ലാ ട്രെയിനിങ്ങുകളിലും പങ്കെടുത്തിട്ടുമുണ്ട്.
ക്യാൻസർ പകരുന്ന ഒരു രോഗമാണ് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തില് പാലിയേറ്റീവ് കെയറിന്റെ സന്നദ്ധ പ്രവർത്തകര് ക്യാൻസർ രോഗികളുടെ വീടുകളിൽ പോകുന്നു, അവരുമായി ഇടപെടുന്നു. അത്തരം ഇടപെടലുകളുടെ ഭാഗമായിട്ട് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഇത് പടരുന്ന അസുഖമല്ല എന്നുള്ളൊരു ബോധമുണ്ടാകുന്നു. അപ്പം ഇത്തരത്തില് ഒരു രോഗപരിചരണം അല്ലെങ്കിൽ രോഗവുമായി ബന്ധപ്പെട്ടത് എന്നതിനപ്പുറം സമൂഹത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പാലിയേറ്റീവ് കെയറിന് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും. കാരണം ഞാൻ പറഞ്ഞല്ലോ 93 നമ്മൾ ആ ഒരു കുഞ്ഞു ക്ലിനിക്കിൽ നിന്ന് തുടങ്ങി. പിന്നെ നമ്മൾ 94 ആകുമ്പോഴത്തേക്കും നമ്മളുടെ OP ആയിട്ട് തന്നെ ഫങ്ഷൻ ചെയ്യുന്നു. അത് ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മളുടെ ഒരു മോളാണ്. ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്, പേഷ്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഹോം കെയർ തുടങ്ങി, വീടുകളിൽ പോയിട്ട് കാണാനൊക്കെ. അപ്പൊ ശരിക്കും അപ്പോഴാണ് നമുക്ക് കൂടുതൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ശരിക്കും നമ്മൾ വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ ഒരു ഫാമിലി സ്റ്റിഗ്മ എന്നൊക്കെ പറയുന്നത് പിന്നെ HIV AIDS പോലുള്ള രോഗങ്ങളിലാണ്. പക്ഷേ ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അനുഭവിക്കുന്ന ആ ഒരു എന്താ പറയുക, സമൂഹത്തിൽ നിന്നും അതുപോലെ കുടുംബത്തിൽ നിന്നുള്ള സ്റ്റിഗ്മ എന്നുള്ളത് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. എന്താ വെച്ചാല് ഇപ്പൊ എനിക്കത് പറയുമ്പോൾ കുറെ എക്സ്പീരിയൻസുകളാണ് ഷെയർ ചെയ്യാനുള്ളത്. ഞങ്ങളുടെ അടുത്ത് OP-യിൽ വന്നുകൊണ്ടിരുന്ന ഒരു പേഷ്യന്റ്, ഞങ്ങൾ ഹോം കെയർ തുടങ്ങിയപ്പോൾ അവരുടെ വീട്ടിൽ പോയി കാണുകയാണ്. അവരുടെ വീട്ടിൽ പോയി കാണുമ്പോൾ പല തരത്തിലുള്ള സംശയങ്ങളാണ് അവർക്കുള്ളത്. കാരണം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഈ അമ്മ മാത്രമാണ് ഒരു റൂമില്. അമ്മ ശരിക്കും നമ്മൾ പറയില്ലേ ഐസൊലേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അവിടെ ഒരു റൂമില് അമ്മയ്ക്ക് കഴിക്കാനുള്ള പ്ലേറ്റ്, ഗ്ലാസ്, സോപ്പ്, തോർത്ത് ഇതെല്ലാം വേറെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്താ വെച്ചാല് ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നുള്ളത്. പക്ഷെ ഈ അമ്മ ഒരിക്കലും ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. നമ്മളുമായിട്ട് സംസാരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോൾ അവരുടെ മരുമക്കള്, അവർക്ക് 2 ആൺകുട്ടികളാണുള്ളത്, അവരുടെ ഭാര്യമാര്, അതിലൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സിസ്റ്ററെ ഈ രോഗം പകരുമോ എന്ന് ചോദിച്ചാൽ. അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ? അല്ല എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ അച്ഛനും ഈ അസുഖമായിരുന്നു. അപ്പൊ അച്ഛന് അമ്മ ഇതുപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ അച്ഛനുള്ള എല്ലാ കാര്യങ്ങളും വേറെ തന്നെയാണ് വെച്ചിരുന്നത്. ഇപ്പൊ അമ്മയ്ക്കും വന്നു. അപ്പൊ ഇനി ഞങ്ങൾക്കും കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇങ്ങനെ അസുഖം വരുമോ? അതുകൊണ്ടുള്ള ഒരു പേടിയാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ അമ്മയും കൂടി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും വളപ്പില് സംസ്കരിക്കുക, അച്ഛനെ വളപ്പിലാണ് വെച്ചിരിക്കുന്നത്, അതുപോലെ അമ്മയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ വീട് വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് വീട് വാങ്ങി താമസിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും അവരുടെ മനസ്സിലുള്ള ആ ഒരു സംശയമല്ലേ അത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടിയിൽ കിണറുണ്ട്, ഈ കിണറിൽ നിന്നാണല്ലോ വെള്ളം എടുക്കുന്നത്. അപ്പൊ അതിലൂടെയൊക്കെ രോഗം പകരാനുള്ള സാധ്യതയുണ്ടോന്ന്. അപ്പൊ ഇവിടെയൊക്കെ ശരിക്കും ആ ഒരു പാലിയേറ്റീവ് കെയറിന്റെ ഇടപെടലിലൂടെ നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ അവര് പിന്നീട് അവിടെ നിന്ന് വീട് വിറ്റ് പോവുകയൊന്നും ചെയ്തില്ല. അവരവിടെ തന്നെ നിൽക്കുന്നു. പിന്നീട് അവരെല്ലാവരും കൂടി മിങ്കിൾ ചെയ്യുന്നു. ഈ അമ്മയെ ഒറ്റയ്ക്ക് ആക്കുന്നതിൽ നമ്മൾ അവിടെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ പറയാൻ മറുപടിയില്ല. നമ്മളുടെ ഒരു ഇടപെടൽ തന്നെയാണത്. പിന്നെ നമ്മളുടെ എന്താ പറയാ ഒരു വോളണ്ടിയേഴ്സിന്റെ ഇടപെടലും പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു നൈബർഹുഡ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്, സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ എന്നല്ലേ. അതിലൂടെ ധാരാളം വോളണ്ടിയേഴ്സ് വരലും അവരുടെ ട്രെയിനിങ്ങും അവരുടെ ഇടപെടലും ഒക്കെ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരിക്കലും ഒരു പേഷ്യന്റ് വീട്ടിൽ പോയ സമയത്ത് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ശബരിമല പോയിട്ടുണ്ട്. അയാളുടെ ഒരു ആഗ്രഹമായിരുന്നു ശബരിമല പോകണം എന്നുള്ളത്. ശബരിമല പോയി വന്നിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രസാദം ഉണ്ടല്ലോ, ഈ പ്രസാദം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നു. ഞങ്ങൾ അവിടെ ഇരുന്നത് കഴിച്ചു. അപ്പോ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ അവര് പറയാ, ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നു സിസ്റ്ററെ, നിങ്ങൾ ഇത് കഴിക്കില്ലേ? എന്താന്ന് വെച്ചാല് ഞങ്ങൾ അടുത്ത വീട്ടിൽ കൊടുത്തപ്പോൾ അവരത് വാങ്ങിയില്ല, പ്രസാദം വാങ്ങിയില്ല. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ കിണറിൽ വെള്ളം ഉണ്ടാവില്ല, അവിടെ പോയിട്ടാണ് വെള്ളം എടുക്കുക. അപ്പൊ അവിടെ നിന്ന് വെള്ളം കോരാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ല. പിന്നെ അതും പോട്ടെ എന്ന് വെച്ചാല് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് പറയുന്നത്. ഇപ്പൊ മോളുടെ കല്യാണം, മോളൊക്കെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിൽ അത് മുടങ്ങി പോകുന്നു.
അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്നുള്ളത് പറയുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രമാത്രം അവര് മാനസികമായിട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ. ഇതൊന്നും ആരും ആരോടും തുറന്നു പറയാറില്ല. പക്ഷേ പാലിയേറ്റീവ് കെയറിലെ പ്രവർത്തകരോട് അവരവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് അതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും നമ്മളുടെ ഇടപെടലിലൂടെ നമ്മളുടെ അനുഭവത്തിലുണ്ടായത് പിന്നീട് ഞങ്ങൾ ആ വീട്ടിലേക്ക് ഹോം കെയർ പോകുമ്പോൾ, അതായത് നമ്മൾ ചെല്ലുമ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ശ്രദ്ധിക്കും ഇവരെവിടെന്നാ വരുന്നത്, എങ്ങനെയാണ്, എന്താണെന്നൊക്കെ. പിന്നീട് ആ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വരികയും നമ്മളിങ്ങനെ ഒരു അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർക്കൊരു ഫുഡ് കിറ്റൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈ ഫുഡ് കിറ്റ് ഞങ്ങൾ വണ്ടിയിൽ നിന്ന് എടുത്ത് പോകുമ്പോൾ ഈ വീട്ടുകാർ അവർ നമ്മളുടെ അടുത്ത് വന്ന് ഇത് വാങ്ങി അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പൊ ആ ഒരു സമൂഹത്തിന്റെ ആ ഒരു എന്താ പറയാ അറിവില്ലായ്മ, ഇതൊന്നും മനഃപൂർവ്വം അവർ ചെയ്യുന്നതല്ല, അവരുടെ പേടി കൊണ്ടാണത്. അതിനൊക്കെ നല്ല മാറ്റം വരാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പേഷ്യന്റും അതുപോലെ തന്നെയാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പോയിട്ട് നമ്മൾ വീടുകളിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും. എന്ന് വെച്ചാൽ ഡ്രസ്സിങ് വേണ്ട ആൾക്കാരൊക്കെ ഡ്രസ്സിങ് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ മൂക്കിൽ ട്യൂബ് ഇട്ട് ഭക്ഷണം കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ അത് വീട്ടിൽ നിന്ന് ചെയ്യും. അതുപോലെ മൂത്രത്തിന് ട്യൂബ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയറുകൾ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഒരു അമ്മയുടെ ഡ്രസ്സിങ് ഒക്കെ ചെയ്തു കൊടുത്തിട്ട് അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അത് കൊണ്ടുവന്ന് തരിക. അപ്പം നമ്മൾ ആദ്യമൊക്കെ അവർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ ചായ നമ്മൾ ചെല്ലുമ്പോഴൊക്കെ ചായ ഉണ്ടാക്കി കൊണ്ടിരുന്നത്. അപ്പം അവരെന്താ പറയുക, നിങ്ങൾ അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഞങ്ങൾ തരുന്നതൊന്നും കഴിക്കില്ലല്ലോ എന്ന്. അപ്പം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തെങ്കിലും പിന്നെ പകരുമോ എന്നുള്ള പേടി കൊണ്ടോ ഒക്കെ ആയിരിക്കണം എന്ന് അവർ വിചാരിക്കുന്നുണ്ടാവുക. അപ്പൊ അവരെന്നിട്ട് എന്താ പറയണെന്ന് വെച്ചാൽ, മോളെ ഇവിടെ ഇരുന്ന് കഴിക്കണ്ട കേട്ടോ, നമുക്ക് അവിടെ റൂമിൽ പോയിരുന്നിട്ട് അമ്മയുടെ റൂമിൽ ഇരുന്ന് കഴിക്കണ്ട, അമ്മ തന്നെയായി പറയണത്. അപ്പൊ ചോദിച്ചാൽ അതെന്തേ അമ്മ? അല്ല മക്കളെ, നിങ്ങൾക്കൊന്നും വരരുതല്ലോ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയണേന്ന്. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ കഴിച്ചതിന്റെ ബാക്കി ഞങ്ങൾ കഴിച്ചാൽ പോലും ഒരു പ്രശ്നവുമില്ലാന്ന്. അപ്പൊ ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലുള്ള പേരക്കുട്ടികളാണെങ്കിലും ഒക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു അകൽച്ചയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ നല്ല ഒരു മാറ്റം വരുത്താനായിട്ട് ശരിക്കും പാലിയേറ്റീവ് കെയറിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. തിക്കോടിയൻ, മമ്മൂട്ടി പോലുള്ള പ്രമുഖ വ്യക്തികള് ഈ പാലിയേറ്റീവ് കെയറുമായി വളരെയേറെ സഹകരിച്ചിട്ടുണ്ട്. അത് സഹായകരമായിട്ടുമുണ്ട് പലതരത്തില്. എന്നാൽ അതുപോലെ ഈ പ്രമുഖ വ്യക്തികൾക്കൊപ്പം സാധാരണക്കാർക്കിടയിൽ ഇതിന്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അത് അത്തരം അനുഭവങ്ങളെ കുറിച്ചിട്ടൊന്ന്. അത് എന്ന് വെച്ചാൽ ഇപ്പൊ തിക്കോടിയൻ സാറ് നമ്മളുടെ കൂടെ തുടക്കം മുതലേ സാറ് മരിക്കുന്നത് വരേക്കും നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മമ്മൂട്ടിയും അതുപോലെ തന്നെയാണ്. മമ്മൂക്ക എന്നാണ് സ്നേഹത്തോടെ പറയുന്നതല്ലോ. അപ്പൊ തിക്കോടിയൻ സാറ് പിന്നെ അന്നത്തെ കാലത്ത് നമ്മൾ പാലിയേറ്റീവ് കെയർ തുടങ്ങിയ കാലത്ത് നമ്മൾക്ക് പ്രത്യാശ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥശാലയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഒരു 94, 95 ആ സമയത്താണ്. എന്ന് വെച്ചാൽ നമ്മളുടെ അവിടെ വരുന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും പിന്നെ വായിക്കാനൊക്കെ ആയിട്ട് ഒരു പുസ്തകങ്ങൾ. അപ്പൊ ഞങ്ങളൊക്കെ അന്ന് എൻ്റെ മോള് ചെറുതാണ്. അപ്പൊ മോളൊക്കെ വീട്ടിൽ വാങ്ങുന്ന യുറീക്ക പോലെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ഇങ്ങനെ ബാലരമ അങ്ങനത്തതൊക്കെ. അപ്പൊ അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഞങ്ങൾ ക്ലിനിക്കിലേക്ക് കൊണ്ടുവരും, എന്നിട്ട് അവിടെ ഇടുന്നു. എന്നിട്ട് നമ്മുടെ അവിടെ വരുന്ന കുട്ടികളാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ എടുത്ത് വായിക്കുന്നു. അപ്പൊ തിക്കോടിയൻ സാറ് കുറെ ബുക്സ് നമുക്ക് പ്രത്യാശ ഗ്രന്ഥശാലയിലേക്കൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അന്ന് നമ്മൾക്ക് മീറ്റിംഗ്, ഈ ഗ്രന്ഥശാലയുടെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യാശ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മീറ്റിങ്ങുകൾ വെക്കാറുണ്ട്. അതില് ഡോക്ടേഴ്സും നേഴ്സസും അതുപോലെ തന്നെ നേഴ്സുമാരെന്ന് പറഞ്ഞാൽ അന്ന് കൂടുതൽ നമ്മളൊക്കെ വോളണ്ടിയേഴ്സ് ആണ് കേട്ടോ. നേഴ്സസ് എന്ന് പറയാന് ഇല്ല. കാരണം നേഴ്സുമാരായിട്ട് പിന്നെ നമ്മുടെ അവിടെ ആദ്യമായിട്ട് വന്നത് ഒരു മെർലിൻ സിസ്റ്ററാണ്. സിസ്റ്റർ ഗവൺമെന്റ് സ്റ്റാഫാണ്, നൺ സിസ്റ്ററാണ്. അവരാണ് ഒരു പാലിയേറ്റീവ് കെയറിലെ ആദ്യത്തെ പിന്നെ സ്റ്റാഫ് നേഴ്സായിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ഒരു വിങ് ആണല്ലോ പാലിയേറ്റീവ് കെയർ, അങ്ങനെ വരുന്നത്. അപ്പൊ ആ മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കുകയും പേഷ്യന്റും ഉണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന ഒരു
സുബൈർ എന്നാണ് പേര്. അവർക്ക് കാല് ആംപ്യൂട്ടേറ്റ് ചെയ്തിട്ടുള്ളതാണ്. കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേറെ ജോസ് എന്ന് പറഞ്ഞിട്ടൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി, പേഷ്യൻറ്റും അതുപോലെ തന്നെ വോളണ്ടിയേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും കൂടി ഇരുന്നിട്ടുള്ള മീറ്റിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. അപ്പം അതിലൂടെയാണ് നമ്മളൊരു റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കൂടി വന്നത്. അപ്പോൾ ഈ സുബൈർ ഖാന് നമ്മൾ ഒരു കോഫി വെൻഡിങ് മെഷീനൊക്കെ ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ വോളണ്ടിയറായിട്ട് വന്നിട്ടുള്ള നമ്മൾ കുറച്ച് പേര്. അപ്പം അന്ന് പ്രത്യേകം എടുത്തു പറയാവുന്നത്, പിന്നെ തിക്കൊടിയൻ സാർ ഇങ്ങനെ പറയും, ഇവരൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അവർക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് തന്നെ ബസ്സിന് പൈസ കൊടുത്തിട്ടൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം അതിൽ സാറ് പറഞ്ഞ ഒരു കാര്യം, അവർക്ക് ബസ് ഫെയറെങ്കിലും നമ്മൾ കൊടുക്കണം. ബസ് ഫെയർ കൊടുക്കുക എന്ന് വെച്ചാൽ ആക്ച്വൽ ബസ് ഫെയർ. അന്ന് എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരു 90 രൂപയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് വരാനുള്ള ദൂരം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയൊക്കെ അത് വേണം എന്നുള്ളത് സാറാണ് അവിടെ നിന്ന് പറഞ്ഞത്. നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യാമെന്ന് വരെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പേഷ്യൻസിൻ്റെ എണ്ണം കൂടുകയും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ശരിക്കും മമ്മൂട്ടി അതിലേക്ക് വരുന്നത് ഞാൻ മനസ്സിലാക്കിയത്, പ്രേംചന്ദ് ദീദിയുടെ അച്ഛനാണ് അന്നത്തെ തിരക്കഥാകൃത്ത് ദാമോദര മാഷ്. ദാമോദര മാഷും ആയിട്ട് അങ്ങനെയാണ് സുരേഷിയുമായിട്ട് ബന്ധപ്പെടുന്നതും. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ട് അറിയില്ല, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് അങ്ങനെ വരും. അങ്ങനെ മമ്മൂട്ടി ഒരു ചാരിറ്റി ഡിന്നർ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് താജ് ഹോട്ടലിൽ വെച്ചിട്ടുണ്ടായി കോഴിക്കോട്. അപ്പം അതിൽ ടിക്കറ്റ് വെച്ചിട്ട് ആളുകൾ വന്ന് മമ്മൂട്ടിയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച്, അങ്ങനെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു എമൗണ്ട്, അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവ് കെയറിൻ്റെ ഫസ്റ്റ് ആ ഒരു ഫണ്ട് റൈസിങ് എന്നുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് അന്ന് മമ്മൂട്ടി പറഞ്ഞ ഒരു കാര്യം, എന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. അതും കൂടാതെ മമ്മൂക്ക പല പ്രാവശ്യം നമ്മുടെ പാലിയേറ്റീവ് കെയറിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരിക്കൽ OP വന്ന സമയത്ത്, അതായത് അന്ന് മെഡിക്കൽ കോളേജിൽ അപ്പോഴത്തേക്കും OP ഒക്കെ നമ്മളെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്ന സമയത്ത് പിന്നെ നമ്മുടെ പേഷ്യൻസിൻ്റെ കൂടെ ഇരിക്കുകയും അവരെ കാണുകയും സംസാരിക്കുകയും. അപ്പം അതിലെനിക്ക് ഓർമ്മ വരുന്നത്, ഒരു നബീസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവരൊക്കെ ക്യാൻസർ ഒന്നും അല്ല കേട്ടോ അന്ന്, പക്ഷെ ഒരു ബെഡ് റിഡൻ ആണ്. അവർ വർഷങ്ങളായിട്ട് അവിടെ കോളേജിൽ തന്നെ പിന്നെ ഒരു വാർഡിൽ സ്ക്രീനൊക്കെ വെച്ച് ഒരു ഭാഗം അവരുടെ വീട് പോലെ തന്നെ ഉപയോഗിക്കുക. അവർക്ക് വീടില്ല, മക്കളൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ചെറുപ്പത്തിലേ ഇവരെ എങ്ങനെയൊക്കെയോ അവിടെ എത്തിപ്പെട്ടതാണ്. അപ്പൊ മക്കൾ എവിടെയാണെന്നോ ഭർത്താവ് എവിടെയാണെന്നോ ഒന്നും അറിയില്ല. അപ്പൊ അന്നത്തെ MBBS സ്റ്റുഡൻ്റ് ആയിരുന്ന ഒരു ശരവണൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയാണ് മെഡിക്കൽ സ്റ്റുഡൻറ്റ്. അവനാണ് ശരിക്കും എന്താ പറയുക, ഈ നബീസ താത്താനെ എല്ലാ സ്ഥലത്തേക്കും വീൽ ചെയറിൽ കൊണ്ടുപോകുന്നതും ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ. അപ്പോൾ ഒരിക്കൽ പിന്നെ മമ്മൂട്ടി അവിടെ വന്നപ്പോൾ ഈ നബീസ താത്താൻ്റെ അടുത്ത് പോയി. അപ്പോൾ പോയിട്ട് പറഞ്ഞു, ഞാനാണ് മമ്മൂട്ടിന്ന്. അപ്പോൾ ഏത് മമ്മൂട്ടി എന്ന് വെച്ചാൽ അവർക്ക് അറിയുന്നില്ല, അവർക്ക് ഈ ലോക പരിചയമേ ഇല്ല. അവര് എത്രയോ വർഷമായിട്ട് അവിടെ തന്നെയാണുള്ളത്. അപ്പൊ ശരിക്കും മമ്മൂക്ക പറഞ്ഞത്, ഞാനേ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്നേ. അങ്ങനെ ശരിക്കും എന്ത് നല്ല ആ ഒരു എന്ന് വെച്ചാൽ രോഗികളുമായിട്ടുള്ള ഇടപെടല്. അതുപോലെ IPM പല പ്രാവശ്യം വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ, മമ്മൂക്കയാണെങ്കിലും തിക്കൊടിയൻ സാറാണെങ്കിലും അതുപോലെ പ്രമുഖരൊക്കെ ഈ പാലിയേറ്റീവ് കെയറുമായിട്ട് അന്നും അതെ, മമ്മൂക്ക ഇപ്പോഴും അതെ, ആ ഒരു നല്ല ബന്ധം ഇപ്പോഴും ഉണ്ട്. പിന്നെ നാട്ടിലുള്ള മറ്റ് സാധാരണ ജനങ്ങളിലേക്ക് എത്തിയത്, അതാണ് ഞാൻ പറയുന്നത്, നൈബർഹുഡ് നെറ്റ്വർക്ക് ഇൻ പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സാന്ത്വനമേകാൻ അയൽക്കണ്ണികൾ. അത് ശരിക്കും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ്റെ ഭാഗമാണ്. അതിലൂടെയാണ് ശരിക്കും സാധാരണ ജനങ്ങളിലേക്കും പാലിയേറ്റീവ് കെയർ എന്നുള്ള ആ ഒരു കാര്യം എത്തിപ്പെടുന്നത്. അത് ആദ്യമായിട്ട് ശരിക്കും കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വരുന്നത് നിലമ്പൂരാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ 93 ഇവിടെ തുടങ്ങി. പിന്നെ അതിനുശേഷം മഞ്ചേരിയാണ് ആദ്യത്തെ സബ് സെന്റർ ആയിട്ട് വരുന്നത്. പിന്നെ നിലമ്പൂരാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വരുന്നത്. എന്ന് വെച്ചാൽ വർഷങ്ങളൊന്നും എനിക്ക് അത്ര കൃത്യമായിട്ട് ഞാൻ എൻ്റെ ഓർമ്മയിൽ വരുന്നില്ല. പക്ഷെ അതൊക്കെ അതിലൂടെയൊക്കെ ശരിക്കും ആളുകളിലേക്ക് പാലിയേറ്റീവ് കെയർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഹോം കെയർ പോകുമ്പോഴും നമ്മൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ വണ്ടിയിൽ തന്നെ പോവുക ചെയ്യുന്നത്.
അതില് നമ്മൾ ഭക്ഷണമൊക്കെ നമ്മൾ കൊണ്ടുപോകും. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നു. അപ്പൊ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ അവിടെ വരുന്നു, നിങ്ങൾ എന്താണ്, എവിടെ നിന്നാണെന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ ഉള്ള ആ ഒരു മെസ്സേജും ശരിക്കും സമൂഹത്തിലേക്ക് പോയിട്ടുണ്ട്. അത് ശരിക്കും എന്താ പറയുക, ആ ഒരു നാട്ടുകാരുടെ ഇടപെടലും വളരെ പ്രധാനമാണ്. ഇത് പറയുമ്പോൾ എനിക്ക് വേറെയും ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത്, നമ്മൾ ഹോം കെയർ ഒക്കെ പോയി കണ്ടിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട്, അത് ഇവിടെയല്ല, പയ്യോളി നമ്മുടെ PT ഉഷയുടെയൊക്കെ നാട്ടിലാണ്, അവരുടെ അടുത്ത് തന്നെയാണ് ഒരു വീട്ടിൽ ഹോം കെയർ പോയപ്പോൾ ആ വീട്ടിൽ ഒരമ്മ കിടപ്പാണ്, അവർക്ക് ക്യാൻസറാണ്. അങ്ങനെ കിടക്കുന്ന സമയത്ത് വീട്ടുകാർ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റൂമില് വളരെ വൃത്തിഹീനായിട്ടുള്ള ഒരവസ്ഥയിൽ ഒക്കെ നിൽക്കുക ചെയ്യുന്നത്. പക്ഷെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഒന്നും അത് അറിയുന്നില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ മക്കളൊക്കെ നമുക്കറിയാലോ നാട്ടിൻ പുറത്തെ ഒരു കാര്യമൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ബഹളം വെക്കുന്നത് കൊണ്ട് ഇവരൊന്നും അവിടേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ ചെന്ന സമയത്ത് ആൾക്കാരൊക്കെ വരികയും എന്താണ് ഇവിടെ എന്നുള്ളത് അന്വേഷിക്കും. അതിലൂടെ ശരിക്കും അന്ന് നമുക്ക് IPM ഇല്ല, എന്ന് വെച്ചാല് അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാര് ആ അമ്മേനെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലാക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള ഒരു കുട്ടിക്ക് ഒരു ഷോപ്പില് ജോലി വാങ്ങി കൊടുക്കാനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു വേണുവേട്ടൻ എന്ന് പറയുന്ന ഒരു വോളണ്ടിയർ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പരിചയത്തിലൂടെ ഇതാണ് സത്യത്തിൽ എന്താ പറയാ പാലിയേറ്റീവ് കെയർ എന്നുള്ളത്. നമ്മൾ പാലിയേറ്റീവ് കെയറിൽ ടോട്ടൽ കെയർ എന്ന് പറയും. എന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ ഇഷ്യൂസ് മാത്രമല്ല, അവരുടെ ബാക്കി എല്ലാ തലങ്ങളിലും അവരെ അഡ്രസ്സ് ചെയ്യുകയും അതിലേക്ക് എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ അവരുടെ ജീവിത ഗുണനിലവാരം എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റും, ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്ക് പാലിയേറ്റീവ് കെയറും ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ളതും അത് തന്നെയാണ്. നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നു, അത് പലപ്പോഴും ഒരു ക്യൂറേറ്റീവ് ആയിരിക്കും. വളരെ റയറായിട്ടാണ് ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ ബാക്കി കൂടുതലും അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് അവർക്ക് ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവര്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നു നാളെ വരെ നമ്മൾ കാണുന്നില്ല, ഈ രീതിയിലുള്ള ആളുകളെയാണ്. ശരിക്കും എന്താ പറയാ, ഇവിടെ പാലിയേറ്റീവ് കെയറിൽ നമ്മൾ കാണുന്നത് ചികിത്സയ്ക്ക് പലപ്പോഴും ഒരു പരിധി ഉണ്ടാവും, പക്ഷെ പരിചരണത്തിന് ഒരു പരിധിയില്ല. നമുക്ക് എത്ര വേണമെങ്കിലും അവരെ പരിചരിക്കാൻ പറ്റും. അവർക്ക് രോഗം അറിയുന്നതോടൊപ്പം തന്നെ, പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷമാണ് പാലിയേറ്റീവ് കെയറിൽ എത്തിപ്പെടുന്നത്. ഇപ്പോ അങ്ങനെയല്ല, അവരുടെ അസുഖം എന്താണ് അറിയുന്നതോടൊപ്പം തന്നെ പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ശാരീരിക പ്രശ്നം മാത്രമല്ല, മറ്റു പ്രശ്നങ്ങളും കൂടി അഡ്രസ് ചെയ്യണം, അതിന് സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. തുടക്കകാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ മുറിയിലാണ് ഇത് ഈ ഒരു ആശയം ആരംഭിച്ചത്. ഇന്നത് വളരെ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു 30 വർഷം കാലം നോക്കുവാണെങ്കിൽ കേരളത്തിന്റെ പാലിയേറ്റീവ് കെയർ മേഖല എത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ ഇനിയും മെച്ചപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ, പരിഹരിക്കേണ്ട പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടോ? കാരണം കേരളത്തെ സംബന്ധിച്ച് ആയുർദൈർഘ്യം വളരെ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. പാലിയേറ്റീവ് കെയറിന്റെ പ്രാധാന്യം വളരെ കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടവും കൂടാണ് കേരളത്തെ സംബന്ധിച്ച്. ഈ കഴിഞ്ഞ 30 വർഷ കാലത്തെ മൊത്തത്തിലൊന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യകാലത്ത് നമുക്ക് പിന്നെ ക്യാൻസർ പേഷ്യന്റിനെയാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഒരു കേരള പിന്നെ പോളിസി വരെയും PHCകൾ പഞ്ചായത്ത് പാലിയേറ്റീവ് ആയിട്ട് രൂപപ്പെടുകയും എല്ലാ ബെഡ് റിഡൻ പേഷ്യൻസിനെയും വീടുകളിൽ പോയിട്ട് കാണുകയും എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിയേറ്റീവ് കെയർ എന്നുള്ളത് എല്ലാ രോഗികൾക്കും ആവശ്യമുള്ളത് തന്നെയാണ്. അത് ക്യാൻസർ പേഷ്യന്റിനോ അല്ലെങ്കിൽ ബെഡ് റിഡൻ പേഷ്യന്റിനോ മാത്രമല്ല, ഈവൺ ഒരു എന്തൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിലും ആ സമയത്ത് അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും എന്താന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് എത്രത്തോളം എന്നുള്ളത് കഴിയില്ല. പക്ഷെ ഈ വോളണ്ടിയേഴ്സിന്റെ ഒരിടപെടലും അവരുടെ അടുത്ത് ഇപ്പൊ ഒരു പ്രയാസങ്ങളും ഇല്ലാത്ത, എന്ന് വെച്ചാല് അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, എവിടെ വേണമെങ്കിലും എന്തും പോവാം, അത്തരത്തിലുള്ള രോഗികളാണെങ്കിൽ പോലും അവർക്ക് ഒരു മാനസിക
സംഘർഷം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എന്ന് വെച്ചാൽ അവരോടൊന്ന് കുറച്ചു നേരം ഒന്ന് ഇരിക്കാനോ സംസാരിക്കാനോ ഒന്ന് ഷെയർ ചെയ്യാനോ ആളില്ലാത്തൊരവസ്ഥ. അവിടെയൊക്കെ ശരിക്കും ഒരു വോളണ്ടിയർ ഉണ്ടെങ്കിൽ, നമ്മൾ പറയുക ഒരു പേഷ്യന്റിന് ഒരു വോളണ്ടിയർ എന്നുള്ളതാണ്. പിന്നെ നമ്മൾക്കും നാളെ നമ്മൾ ഓരോരുത്തർക്കും ഈ പാലിയേറ്റീവ് കെയർ വേണ്ടി വരുന്ന ഒരവസ്ഥ തന്നെയാണ്. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് നമ്മൾ ഇങ്ങനെ പാലിയേറ്റീവ് കെയർ ട്രെയിനിങ് വോളണ്ടിയേഴ്സിന് കൊടുക്കൂലോ. അപ്പൊ ഇവരൊക്കെ അടുത്തുള്ള പേഷ്യൻസിനെ പോവുകയും കാണുകയും ഒക്കെ ചെയ്യും. ഒരിക്കല് ഒരു കുട്ടി ഒരാള് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ അന്നത്തെ ആ ക്ലാസ് ഇപ്പോൾ എനിക്ക് വളരെയധികം ഉപകാരം ചെയ്തു കേട്ടോ. എന്താണെന്നറിയോ, എൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ ഇപ്പൊ കിടപ്പാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ വെച്ചിട്ട് എങ്ങനെയൊക്കെ ഇവരെ പരിചരിക്കാൻ പറ്റും എന്നുള്ളതിന്റെ ആ ഒരു അറിവ് അവിടെ നിന്ന് കിട്ടിയത് എത്രയോ ഗുണകരമായിട്ടാണുള്ളത്. അപ്പൊ ശരിക്കും എന്താ പറയാ, അതാണ് നമ്മളിപ്പോ അടുത്തുള്ള ഒരു പേഷ്യന്റിനെ കാണുക എന്നതിലപ്പുറം നമുക്ക് നമ്മളുടെ വീട്ടിലും അത് ആവശ്യമായിട്ട് വരും. അപ്പൊ തുടക്കകാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴും നമുക്ക് എല്ലാ സ്ഥലത്തും പാലിയേറ്റീവ് കെയർ എല്ലാ പേഷ്യൻസിനും എത്തിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും എത്താത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെ എത്തുകയും ശരിക്കും സമൂഹം അത് ഏറ്റെടുക്കുകയും ഇത്തരത്തില് ബുദ്ധിമുട്ടുന്ന രോഗികളെ കാണാനും അവരുടെ അടുത്തിരിക്കാനും അവരെ സഹായിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. മനസ്സ് ആർക്കും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു അറിവില്ലായ്മയാണ് പലരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അത് ഇത്രയും കാലത്തെ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ്. എത്രത്തോളം അവരോട് ചേർന്ന് നിൽക്കണോ ആ രോഗിയോടും കുടുംബത്തോടും. നമ്മളെപ്പോഴും പേഷ്യന്റ് എന്നാ പറയാ, പക്ഷെ ഒരു പേഷ്യന്റ് എന്നതിലപ്പുറം നമ്മളെ പോലെ തന്നെ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള വ്യക്തികളാണ് അവരെ പരിചരിക്കുന്ന ആ കെയറേഴ്സിനും അവരുടെ പരിചാരകരും അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും അതാരും കാണാതെ പോകുന്നുണ്ട്. അപ്പൊ നമ്മള് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വരും കാലത്തും ഇത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ, ഒരു മനുഷ്യരും ഒരു ബുദ്ധിമുട്ടും എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ അതിനെ മാക്സിമം കുറച്ച് അവരുടെ ജീവിത ഗുണനിലവാരം എങ്ങനെ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഓരോ വ്യക്തിയും ഓരോ സമൂഹവും ശരിക്കും ആലോചിക്കേണ്ടത്. പരിചരിക്കുന്നവരും മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞല്ലോ. അർബുദ രോഗികൾ, കിടപ്പ് രോഗികൾ, മരണത്തെ മുന്നിൽ കാണുന്നവർ, അത്തരത്തിലുള്ളവരെയാണ് നിരന്തരം കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആ മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കുന്നത്? അതുപോലെ തന്നെ ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും വളരെയധികം പ്രയാസം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തുടക്കകാലത്ത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാരെ നാളെ നമ്മൾ കാണാതെയാവുന്നു. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാനും പിന്നെ എൻ്റെ കൂടെ ലിസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോളണ്ടിയറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പം നമ്മള് റൗണ്ട്സിന് എന്ന് വെച്ചാൽ അന്ന് നമുക്ക് IPM ഒന്നുമില്ല. മെഡിക്കൽ കോളേജിൽ തന്നെ പല വാർഡുകളിലായിട്ട് കിടക്കുന്ന പേഷ്യൻസ് ഉണ്ടാവുക. അപ്പം ഞങ്ങൾ അന്ന് റൗണ്ട്സിന് പോകും. രാജഗോപാൽ സാറുള്ള സാറിൻ്റെ ആ ഒരു സമയത്ത്. അപ്പൊ സാറും ഞങ്ങളും കൂടി റൗണ്ട്സിന് പോകുമ്പോൾ ഒരു പേഷ്യൻ്റെ അടുത്ത് ഒരു വാർഡ് പോയിട്ട് ഒരാളെ കണ്ട്, അപ്പൊ നമ്മൾ പറയും, സാറ് ഇന്നലെ നമ്മൾ കണ്ട പേഷ്യന്റ്, അവരെ നമുക്ക് ഇന്ന് കാണണ്ടേ. അപ്പൊ സാറ് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കും. അപ്പൊ ആദ്യം മനസ്സിലായില്ലായിരുന്നു അതെന്താ, ഇനിയിപ്പൊ അടുത്ത ഫ്ലോറിലേക്ക് വേറെ വാർഡിലേക്ക് മാറിയതാണ്. അപ്പൊ പറയും, മീന അവരിപ്പോ ഇല്ല. ശരിക്കും എന്താ പറയാ, മരണം എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും, നമ്മളുടെ പിന്നെ സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്ത് ആരെങ്കിലും മരിക്കുമ്പോഴാണ് മരണത്തെക്കുറിച്ച് ആലോചിക്കുക. പക്ഷെ പാലിയേറ്റീവ് കെയറിൽ വന്ന അന്ന് മുതൽ ശരിക്കും മരണം നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ശരി, ഞാൻ പറഞ്ഞില്ലേ ആദ്യം നമ്മളുടെ പാലിയേറ്റീവ് കെയർ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടി മരിക്കുന്നത് നമ്മളുടെ അവിടെ വന്നിട്ട് തന്നെയാണ്. ഒരു ഹർത്താൽ ദിവസമാണ് ആ കുട്ടി അവിടെ എത്തുന്ന, ഒരു ഓട്ടോറിക്ഷയിൽ വരുന്നു, മരിക്കുന്നു. എനിക്ക് ശരിക്കും എന്താ പറയുക, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ മോളുടെ അതേ പ്രായമായിരുന്നു ആ കുട്ടി ഇനോഗ്രേറ്റ് ചെയ്യുന്ന ആ ഫസ്റ്റ് പാലിയേറ്റീവ് കെയർ ഇനോഗ്രേഷൻ്റെ സമയത്ത്. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്. പിന്നീട് നമുക്ക് ഓരോ ആൾക്കാരെ ഇപ്പം നമ്മൾ കാണുമ്പോൾ, തലേ ദിവസം നമ്മൾ പോയി കാണുന്നു, കാല് ഫുൾ കാലായിട്ടാണ് കാണുന്നത്. പിറ്റേ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ ഇത് സർജറി ചെയ്തിട്ട് ആ കാലില്ലാതെ
ഒരു ആർട്ടിഫിഷ്യൽ ലിംബിലേക്ക് പിന്നെ ക്രച്ചസ് വെച്ചിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരവസ്ഥ. അപ്പോഴൊക്കെ ഇതൊക്കെ നിർത്തിപ്പോയാലോ എന്ന് വരെ പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ പ്രയാസങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയല്ലേ ചെയ്യുന്നത്, കാണുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് അത് സഹിക്കാൻ പറ്റാതെ ആയി പോയിട്ടുള്ള സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഇത്രയും കാലം ഈ പാലിയേറ്റീവ് കെയറിൽ നിന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പറയും, എനിക്ക് പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് വിഷമമാവുന്നുണ്ട്. അപ്പോ ഹസ്ബൻഡ് പറഞ്ഞു, ശരി, നിനക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. പക്ഷെ നമുക്ക് ഇതൊന്നും എന്താ പറയാ പ്രയാസം കൊണ്ടാണല്ലോ നിർത്തുന്നത് എന്ന് വെച്ചിട്ട് ഇതുപോലെയുള്ള രോഗികൾ ഇല്ലാതെയായി പോകുന്നില്ല. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു ഒളിച്ചോട്ടല്ലേ അത്. അപ്പൊ അതിങ്ങനെ ആലോചിച്ചപ്പോ ശരിയാണല്ലോ അല്ലെ. കാരണം നമുക്കിത് കേൾക്കാൻ പറ്റാത്തോണ്ട് തന്നെ ആണല്ലോ നമ്മൾ നിർത്തുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ ശരിക്കും എന്താ പറയാ, പിന്നെ എനിക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന മാനസിക പ്രയാസങ്ങളെ ഞാൻ മൂപ്പരുമായിട്ട് ഷെയർ ചെയ്യുമ്പോ അതിലൂടെയാണ് കേട്ടോ ശരിക്കും എനിക്ക് മനസ്സിലായത് ഒരാളുടെ അടുത്ത് നമ്മളുടെ പ്രയാസങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം റിലീഫ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എന്നിട്ട് ഞാൻ സുഖമായി രാത്രി കിടന്നുറങ്ങും, മൂപ്പര് ഉറങ്ങാത്തൊരവസ്ഥയിലേക്കും എത്തും. പിന്നെ എൻ്റെ മോള് ഞാൻ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. അവൾക്ക് 3-4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ പാലിയേറ്റീവ് കെയറിലേക്ക് വരുന്നത്. അത് ശരിക്കും എന്താ പറയാ, അവൾ ഒറ്റയ്ക്ക് വീട്ടിൽ വരുന്നു, സ്കൂൾ വിട്ട് വന്ന് വാതിൽ തുറക്കുന്നു, അകത്ത് കയറുന്നു. അപ്പൊ അവള് പറയാണ്, അമ്മ പോണ്ട അമ്മേ, ഞാന് വരുമ്പോ അമ്മ ഇവിടെ ഉണ്ടാവണം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ പ്രയോറിറ്റി ചിലപ്പോൾ അതന്നെയായിരിക്കും. പക്ഷെ അവളും ശരിക്കും നമ്മളുടെ കൂടെ തന്നെ ആ ഒരു ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്ക് പറ്റില്ല. എനിക്ക് തോന്നുന്നു ഈ പാലിയേറ്റീവ് കെയറിലുള്ള ഓരോരുത്തർക്കും ശരിക്കും ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വോളണ്ടിയേഴ്സിന്റെ കാര്യത്തിലും. അപ്പം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് കൊണ്ട് കൂടിയാണ് ഈ മാനസിക സംഘർഷങ്ങൾ നമ്മൾ കുറയ്ക്കുന്നത്. പിന്നെ നമ്മളുടെ ഒരു ടീം സ്പിരിറ്റും ഉണ്ട്. നമ്മൾക്ക് ഇപ്പൊ ഇവിടെ ഡോക്ടേഴ്സ് ആണെങ്കിലും നേഴ്സസ് ആണെങ്കിലും വോളണ്ടിയേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ ആ ഒരു ടീമിന്റെ ആ ഒരു സ്പിരിറ്റും കൂടിയാണ് നമ്മളെ ഇതിൽ പിടിച്ചു നിർത്തുന്നത്. പിന്നെ നമ്മൾ കാണുന്ന രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ഇപ്പൊ ഞാൻ പോകുമ്പോഴും ഇന്നിപ്പോ ഞാൻ വരുമ്പോ ഞാനിങ്ങനെ ഇവിടുന്ന് 30-ാം തീയതി റിട്ടയർ ചെയ്തു പറഞ്ഞപ്പോ, അയ്യോ സിസ്റ്ററെ അങ്ങനെ പറ്റൂല കേട്ടോ, അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരണേ. അത് കേൾക്കുമ്പോ നമുക്ക് ഉണ്ടാവുന്നവര് നമ്മൾ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളെ എത്രമാത്രം അവര് സ്നേഹിക്കുന്നു എന്നുള്ളതും കൂടി ഉണ്ടല്ലോ. പാലിയേറ്റീവ് കെയറിൽ അതുപോലെ തുടങ്ങിയ കാലത്ത് അവിടെ വരുന്ന ഒരു താത്ത പറഞ്ഞ ഇപ്പോഴും എൻ്റെ മനസ്സിൽ, ഇവിടെ ഉള്ളവറ്റങ്ങളൊക്കെ സ്നേഹമുള്ള ജന്തുക്കളാലേ എന്ന് വെച്ചാൽ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നതാണ്. അപ്പോ അവരോടുള്ള ആ ഒരു സമീപനവും അവരോടുള്ള ആ ഒരു ഇടപെടലും ഒക്കെ രോഗം എത്രമാത്രം കഠിനാണ് എന്നുള്ളതൊക്കെ അവർക്ക് അറിയാമെങ്കിലും അവരുടെ ആ അപ്പോഴുള്ള ഒരവസ്ഥയ്ക്ക് എത്രമാത്രം അവരുടെ ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ പറ്റുമോ, അവരോടുള്ള ഇടപെടലിലൂടെ അവരോടുള്ള സമീപനത്തിലൂടെ അവർക്ക് എത്രമാത്രം സന്തോഷം കിട്ടുന്നുണ്ടോ, അതാണ് ശരിക്കും നമ്മൾ നോക്കേണ്ടത്. പിന്നെ മരണം നമ്മൾക്ക് എന്തായാലും മരിക്കും എന്നുള്ളത് ശരിയാണ്. മരണങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. മരണം നേരിട്ട് കാണുന്നത് മാത്രമല്ല, മരിച്ച അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കുണ്ടായതാണ്. ഞങ്ങൾക്ക് ഒരു കുട്ടിയായിരുന്നു പേഷ്യൻ്റായിട്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. ആ കുട്ടിയുടെ അമ്മയ്ക്ക് കുറച്ച് കാലത്തിന് ശേഷം അവർക്കും അസുഖം വന്നു. അവര് കോളേജിൽ വരുന്നു, സർജറിക്ക് വരുന്നു. ആ സമയത്താണ് ആ കുട്ടി മരണപ്പെടുന്നത്. ഈ അമ്മ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ആ കുട്ടി അവിടെ ഉണ്ടാവില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക ക്രൈസിസ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു അത്. ആ കുട്ടി ജീവിച്ചിരിപ്പില്ല എന്നുള്ളൊരു കാര്യം എന്നെയാണ് ആ അമ്മയോട് പറയാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചത്. ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ശരിക്കും വല്ലാത്തൊരവസ്ഥയല്ലേ അത്. പക്ഷെ അത് എങ്ങനെയൊക്കെയോ ഇത്രയും കാലത്തെ എൻ്റെ ഒരു അനുഭവത്തിലൂടെയും നമ്മുടെ ആ ഒരു ടീമിൻ്റെ സപ്പോർട്ടോടും കൂടിയിട്ട് അത് എന്താ പറയുക, മരണം എന്നുള്ള ആ ഒരു വാക്ക്
പറയാതെ തന്നെ അതിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് അതൊക്കെ നമ്മളുടെ ഈ ജീവിതത്തിലുള്ള ഒരു വല്ലാത്തൊരു അനുഭവങ്ങളാണ്. പാലിയേറ്റീവ് കെയർ എന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും സാമൂഹിക ഉത്തരവാദിത്തമാണെന്നും കരുതുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം ഔദ്യോഗികമായി വിരമിച്ചുവെങ്കിലും ഇനിയും തുടരുമോ? തീർച്ചയായിട്ടും തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹം. എനിക്ക് ആയുസ്സും ആരോഗ്യവും ഉള്ളിടത്തോളം കാലം ആ ഒരു മനസ്സ് നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. പാലിയേറ്റീവ് കെയർ എന്നുള്ളത് നമ്മളുടെ ഒരു കുടുംബമാണ്. അതില് ഞങ്ങളുടെ പ്രയോറിറ്റി നമ്മളുടെ രോഗികൾ തന്നെയാണ്. അത് ശരിക്കും ആ ഒരു പ്രവർത്തനം തുടർന്നും അതിൽ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും രോഗം എന്താണെങ്കിലും ആ രോഗിയെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അവരെ മനസ്സിലാക്കാനുള്ള ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു ബാധ്യത തന്നെയാണ്. എനിക്ക് തോന്നുന്നു എത്രമാത്രം ആളുകൾക്ക് പാലിയേറ്റീവ് കെയറിലേക്ക് വരാൻ പറ്റുമോ. നമുക്ക് പല പല ജോലികൾ ഉണ്ടെങ്കിലും അതിലൊക്കെ തന്നെ നമുക്ക് അതിന്ന് ഒരു സമയം കണ്ടെത്തി ഇതിലേക്ക് വരാനും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള രോഗികളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കാനും അതോടൊപ്പം അവരോടൊപ്പം ഇരുന്നു കൊണ്ട് അവരുടെ പ്രയാസങ്ങൾ നമ്മൾ കേൾക്കാനും. അതാണ് നമ്മൾ എപ്പോഴും പറയാ പാലിയേറ്റീവ് കെയറിൽ ലിസൺ 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 എന്നാണ്. ആ ഒരു ലിസണിങ് സ്കില്ലാണ് നമുക്ക് കുറെ ഉപദേശിക്കാനൊക്കെ പറ്റുന്നുണ്ടാവും. പക്ഷെ ഈ ഉപദേശങ്ങളൊന്നുമല്ല അവിടെ ആവശ്യം. അവരുടെ വിഷമങ്ങള് പറയുന്നത് കേൾക്കാൻ അവരുടെ അടുത്ത് ഒരാളുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതിൽ എനിക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ശരിക്കും നമ്മുടെ സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ പറഞ്ഞിട്ടൊരു ഇതുണ്ട്. എന്ന് വെച്ചാല് കുട്ടികളായിട്ടുള്ള വോളണ്ടിയേഴ്സ് അവരെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന കാലത്ത് നമ്മളിങ്ങനെ നമ്മളെ ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങനെ നടക്കുന്ന ഒരു കാലമാണ്. ശരിക്കും ഇവിടെ വരുന്ന ഓരോ മക്കളും അവരെത്രമാത്രം നമ്മുടെ രോഗികളുമായിട്ട് ഇടപെടുന്നു, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു, അതുപോലെ തന്നെ അവരെ കൊണ്ട് പുറത്തു പോകുന്നു, അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റുകളിൽ റോ മെറ്റീരിയൽസ് എത്തിക്കുന്നു, അവരുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് പിന്നെ സ്കൂളിലും കോളേജിലും വെച്ച് എക്സിബിറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താ പറയുക ഒരു നിറ സാന്നിധ്യമായിട്ട് നമ്മളുടെ ഇപ്പൊ വരും തലമുറയുണ്ട്. അത് തന്നെയാണ് ശരിക്കും പാലിയേറ്റീവ് കെയറിന്റെ ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത്. നമ്മൾ പണ്ട് കാലത്തെ ഹോം കെയർ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, ഒരു വീട്ടിലൊരു ക്യാൻസർ പേഷ്യന്റ് വീട്ടിലാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പൊ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പിന്നെ അപ്പുറത്തെ വീട്ടിലുള്ള ഒരു പ്രായമായിട്ടുള്ള ഒരമ്മ ആ വേലി അരികിൽ വന്നിട്ട് പറയല്ലേ, എൻ്റെ മക്കളെ ഞങ്ങൾക്കൊരു ക്യാൻസർ വന്നെങ്കിൽ നിങ്ങളെങ്കിലും നോക്കാണ്ടായേനേന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഈ ക്യാൻസർ മാത്രമല്ല, പ്രായമായതുകൊണ്ട് ഉണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പുറത്ത്. അപ്പൊ അത് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഈ ഒരു ഗവൺമെന്റ് പോളിസി വരെയും എല്ലാ ബെഡ് റിഡൻ പേഷ്യന്റിനെയും വീടുകളിൽ പോയി കാണണം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അതൊക്കെ അങ്ങോട്ട് പ്രാവർത്തികമാവുക ചെയ്യുന്നത്. അവരെന്താണോ ആഗ്രഹിച്ചിരുന്നത് അതിലേക്ക് എത്തിപ്പെടുക ചെയ്യുന്നത്. ഇനിയും കുറേ ദൂരം മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോവും നമ്മളുടെ സമൂഹം, നമ്മളുടെ പിന്നെ ആ ഒരു അതാണ് കേരളം അല്ലെ. കേരളത്തിൽ മാത്രമല്ല കേട്ടോ, ഇപ്പൊ ലോകമെമ്പാടും പാലിയേറ്റീവ് കെയർ അങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനമായിട്ടും ഡോക്ടർ സുരേഷ് ആണെങ്കിലും രാജഗോപാൽ സാർ ആണെങ്കിലും ഒക്കെ തന്നെ ലോകമെമ്പാടും പാലിയേറ്റീവ് കെയർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ശരിക്കും അതിൽ നമ്മളെ കേരളത്തില് നമുക്ക് ശരിക്കും വളരെ എന്താ പറയാ ഒരു അഭിമാനം തോന്നുന്നുണ്ട് അതിന്റെ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് വന്നതിലും. അന്നൊന്നും നമ്മൾ ഇത്രയും ഇത് എന്താ പറയാ പാലിയേറ്റീവ് കെയർ ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു WHO കൊളാബറേഷൻ സെന്ററും കൂടിയാണ്. അത് കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ പല ഭാഗത്ത് പോവാനും എൻ്റെ വ്യക്തിത്വം തന്നെ എനിക്ക് പാലിയേറ്റീവ് കെയറിൽ വന്നിട്ട് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് എനിക്ക് കുറെ ആളുകളായിട്ട് ഇടപെടാനും എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥപൂർണമായി എന്നുള്ള ഒരു തോന്നലാണ് എനിക്കിപ്പോ. കാരണം നമ്മളിങ്ങനെ വീടിന്റെ ഉള്ളില് അടച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥയെന്ന് നമുക്ക് എൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇനിയും അങ്ങോട്ടും പറ്റുന്നിടത്തോളം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇനിയും ഇഷ്ടമുള്ളിടത്തോളം കാലം ആ രാഷ്ട്രീയം പിന്തുടരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി കേരളത്തോട് സംസാരിച്ചത്. താങ്ക് യു സോ മച്ച്.